ഹലോ ഗൈസ്, വെൽക്കം ടു മാഡി വി ആൻഡ് മൈ ഡീസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ ചാനലിടുന്ന വീഡിയോയാ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ക്യാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവം. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോവല്ല, നമ്മൾ നമ്മുടെ റാംജിയുടെ വീട്ടിൽ പോവാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടായിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായി വന്നിട്ട് നമ്മള് റാംജിയുടെ വീട്ടിലോട്ട് പോവാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ. നമ്മൾ സ്കൂട്ടറിൽ പോവാന്നാ വിചാരിച്ചേ, കാരണം ബ്ലോക്ക് ഒക്കെ ആയിരിക്കത്തില്ലേ. പക്ഷെ എങ്കിലും നല്ല മഴയായിരുന്നു. അപ്പൊ നമ്മള് കാറിൽ പോവാന്ന് വിചാരിച്ചു. റാംജി വിളിച്ചു കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റത്തില്ല. അതെ, അവൻ നമ്മുടെ കാര്യത്തിനെല്ലാം വരുന്ന പയ്യനാ. അതുമല്ല ചേട്ടായി എന്ന് വെച്ചാ അവങ്ങ് ചത്ത് കിടക്കുന്ന ഒരു ചെറുക്കനാ, ഒരു പൊട്ടനാ. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മളിങ്ങനെ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുക കേട്ടോ. പുറത്ത് മഴയൊക്കെ ഇങ്ങനെ ചാറുന്നുണ്ട്. ഇപ്പൊ ഒരു കൊല്ലിയാൻ വന്ന് എന്റെ ഫോൺ അടിച്ചു പോയേനെ. ഇടി വെട്ടിയാ ഫോൺ അടിച്ചു പോകും. അപ്പൊ ഈ ഇടി വെട്ടി ഇങ്ങനെ ആൾക്കാർ മരിക്കുന്ന ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ എന്തായാലും നമ്മള് പൊക്കോണ്ടിരിക്കുക. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഒരു മണിക്കൂർ പോലും വേണ്ട, ഒരു അരമണിക്കൂറിനുള്ളിൽ സ്പീഡിലാ പോകുന്നെങ്കിൽ ടപ്പേന്ന് അങ്ങ് ചെല്ലാം. പക്ഷെ ഇന്ന് തിരക്കായിരിക്കും, പൊതുവെ ഉത്സവം ആയോണ്ട്. അപ്പൊ ഗണപതി അമ്പലം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? യെസ്, നമ്മൾ അവൻ വിളിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പൈസ തരേണ്ട ഉത്തരവാദിത്വം അവന്റെ, പെട്രോൾ അടിക്കാൻ. കാരണം അതെ, കാരണം നമ്മളിപ്പോ ഇമ്മിണി പാപ്പരാസി അടിച്ചിരിക്കുന്ന സമയം, പിന്നെ അവനെ വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. അതെ, അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് പോയി പൈസ വാങ്ങിക്കണം. പിന്നെ നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് വരണം. പിന്നെ ടോക്കിക്കൊക്കെ ചിക്കൻ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരണം. അതെ, അവനെ തെറിയും വിളിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോകുന്നത്. വെറുതെ ആട്ടെ, ഒരു പാവം പിടിച്ച നല്ലൊരു ചെറുക്കന. പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടും. പിന്നെ അസാധ്യ തള്ളിസ്റ്റാണ്. അവന്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവൻ ഫോട്ടോ എടുക്കുന്ന നമ്മുടെ AI ഒക്കെ ചെയ്യുന്ന പോലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും അത്ര അസാധ്യമായിട്ട് ഇപ്പൊ ഒരു വണ്ടിയുടെ മുന്നിൽ കയറിയിരുന്നേനെ. അപ്പം പുറത്ത് മഴയൊക്കെ ഉണ്ട്. ഞാനും ചേട്ടായി ഇപ്പൊ കുറെ നാളിന് ശേഷം കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കൊന്നും അധികം അടുത്തൊന്നും പോയിട്ടില്ല ഇതുവരെ. കൂടിപ്പോയാ ഒരു കൊട്ടാരക്കര ആ ഒരു ഏരിയൊക്കെ വിട്ട് അങ്ങനെ അധികം ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല. പിന്നെന്താ, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പം തന്നെ അവന്റെ അടുത്ത് ചെല്ലുമായിരിക്കും, തിരക്കൊന്നും ഇല്ലെങ്കിൽ അല്ലേ? പറയെന്തേലും. ചേട്ടയുടെ ഹെയർ സ്റ്റൈലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് ചേട്ടയുടെ ഹെയർ സ്റ്റൈല്? എന്റെ ഹെയർ സ്റ്റൈല് ഞാൻ പ്രേമല് വെട്ടിയതാട്ടോ. പക്ഷെ ആ പൊട്ട ഒരു പറയെടുത്ത് വെട്ടി. വേറെ എന്ത്, അതെ, പ്രേമലു അതായി പോയി. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചേരുന്നുണ്ടെന്ന് എല്ലാരും പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊന്നുമില്ല. നമ്മളവിടെ മെയിനായിട്ട് പോകുന്ന ഫുഡ് കഴിക്കാനാ. ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ നമ്മളങ്ങനെ റാംജിയുടെ വീട്ടിൽ വന്നു. നല്ല മഴയാ. അപ്പൊ നല്ല അടിപൊളി മഴയാ. ഈ സമയത്ത് കിടന്നുറങ്ങാനൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ? പറ എന്റെ പ്രേക്ഷകരോട്, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. 855 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് വണ്ടിയിടാൻ സ്ഥലമില്ല. അവൻ അപ്പുറത്തെ മുറ്റത്തും കണ്ടിടാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ. അപ്പൊ റാംജി എല്ലാരും കണ്ടല്ലോ, അവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഓക്കെ, നല്ല മഴയാട്ടോ. അപ്പൊ നമ്മൾ മഴയോടെ കയറി വന്നോട്ടെ. ഈ ട്രോഫി എല്ലാം അവന് കിട്ടിയതാ, പാടി കിട്ടിയതാന്നാ അവൻ പറയുന്നത്. പക്ഷെ അത് ഈ പകുതി കൂടുതലും അവർ അച്ഛൻ്റെ ആട്ടോ. അപ്പം വന്നു കഴിഞ്ഞൊരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അവൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ടെല്ലാം വെക്കും. ഒക്കെ കാണിച്ചു. ഇതെല്ലാം അവന് കിട്ടിയ ട്രോഫിയാ. ട്രോഫി എന്ന് പറഞ്ഞപ്പോ ചേട്ടായിയാവും. അത് ചേട്ടാ അവന് കിട്ടിയതല്ല, എനിക്ക് കിട്ടിയതാ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച്
അവിടെ നിന്നൊരു ആമ്പലിൻ്റെ കിഴങ്ങൂടെ അവൻ തന്നു. ഇത് കിളിക്കുമെന്ന് അറിയത്തില്ലെന്ന് ആൻറ്റി പറഞ്ഞു. എന്തായാലും നമുക്ക് വീട്ടിൽ കൊണ്ട് ഇട്ട് നോക്കാം. നല്ല കളറുള്ള ആമ്പല. അപ്പം നമ്മൾ തിരിച്ചു പോവാം. കാരണം കെട്ടാഴ്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടായിരിക്കും, ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്തായാലും ആമ്പല് കിട്ടി. പക്ഷെ ആമ്പലൊക്കെ നമ്മുടെ അവിടെ ചട്ടിയൊന്നുമില്ല. ഇപ്പം തൽക്കാലം ഒരു കുഞ്ഞു ചട്ടിയിൽ വെക്കാം. അപ്പം ആൾക്കാരൊക്കെ ഉത്സവം കാണാനായിട്ട് പോകാൻ തുടങ്ങി. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാട്ടോ. ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്. പശു വരളും കഷ്ടം, വയറൊക്കെ കുട്ടിക്കുറുമ്പി പോലെയായി. വേണ്ട വേണ്ട, പശുവിനെ അറിയത്തില്ല വണ്ടിയാ കുണ്ടിയാന്നൊക്കെ. പശു കണ്ട് ഇടിയും തരും വന്ന്. ഗർഭിണിയാന്നാ തോന്നുന്നേ, വണ്ടി മണപ്പിക്കുന്നു.